ഹായ് നമസ്കാരം, ഞാൻ ഔഷാദ് ഇബ്രാഹിം. ബാക്ടീരിയയോ വൈറസോ അല്ലാത്ത പ്ലാസ്മോഡിയം പാരസൈറ്റ്സ് മൂലമുണ്ടാകുന്ന ജീവൻ വരെ അപകടത്തിലാകാവുന്ന ഒരു രോഗമാണ് മലേറിയ. രോഗബാധിതരും രോഗവാഹകരുമായിട്ടുള്ള അനോഫിലസ് പെൺകൊതുകുകൾ നമ്മളെ കടിക്കുമ്പോൾ അതിന്റെ ഉമിനീരിലുള്ള രോഗാണുക്കൾ നമ്മുടെ രക്തത്തിൽ കലരുകയും അങ്ങനെ രക്തത്തിലൂടെ ലിവറിലെത്തുകയും ലിവർ ഇൻഫെക്റ്റഡ് ആവുകയും ചെയ്യുന്നു. മനുഷ്യനെ ബാധിക്കുന്ന 5 തരം പ്ലാസ്മോഡിയം സ്പീഷീസ് ഉണ്ട്. പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, പ്ലാസ്മോഡിയം വൈവാക്സ് തുടങ്ങിയവ അതിൽ പ്രധാനപ്പെട്ടതാണ്. കഠിനവും മാരകവുമായ രോഗങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളതിനാൽ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം അങ്ങേയറ്റം അപകടകാരിയാണ്. മലേറിയ വളരെ വ്യാപകമായിട്ടുള്ളത് ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജൻസിലാണ്. സഹാറൻ ആഫ്രിക്ക, ഏഷ്യ, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുന്നു. രോഗബാധയുള്ള കൊതുകുകൾ കടിച്ച് 15 മുതൽ 30 ദിവസങ്ങൾക്ക് ശേഷമാണ് മലേറിയയുടെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. പനി, തലവേദന, പേശിവേദന, വിറയൽ തുടങ്ങിയവയൊക്കെയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. രക്തത്തിലെ പാരസൈറ്റ്സിന്റെ സാന്നിധ്യം രക്തപരിശോധനയിലൂടെ കണ്ടെത്തിയാണ് മലേറിയയുടെ രോഗനിർണയം നടത്തുന്നത്. രോഗിയുടെ ശരീരത്തിലെ പ്ലാസ്മോഡിയം സ്പീഷീസിനെയും അണുബാധയുടെ തീവ്രതയെയും കണ്ടെത്തി ആന്റി മലേറിയൻ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. രോഗബാധ കണ്ടെത്താനും ചികിത്സിക്കാനും വൈകിയാൽ വിളർച്ചയിലും ശ്വാസതടസ്സത്തിലും തുടങ്ങി ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കി മരണം വരെയുള്ള സങ്കീർണതയിലേക്ക് രോഗിയെ കൊണ്ടെത്തിക്കുന്നു. മലേറിയ എന്ന മാരക രോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവും കൊതുകുകൾ വളരാനുള്ള സർവ്വ സാധ്യതകളും ഇല്ലാതാക്കുക എന്നതുമാണ് പ്രതിരോധ മാർഗങ്ങൾ. ഇന്ത്യൻ പോപ്പുലേഷനിൽ 80% മനുഷ്യരും മലേറിയ പടരാനുള്ള സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ അധിവസിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. 2030 ആകുമ്പോഴേക്കും ലോകത്ത് നിന്ന് മലേറിയ തുടച്ചു നീക്കാനാകുമെന്ന പ്രത്യാശയിലും മഹായജ്ഞത്തിലുമാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. മലേറിയ എന്ന മഹാവിപത്തിനെതിരെ ജാഗരൂകരായിരിക്കുക. ഞാൻ ഔഷാദ് ഇബ്രാഹിം. താങ്ക് യു.